ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പേഴ്സൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി, എന്താണ് ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്. സാക്രിഫൈസും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ ആക്സിലറേറ്റഡ് മോഷനും വന്നിട്ടുണ്ട്. സോ ഇതിന് ഇനി നമുക്ക് ക്ലാരിറ്റി എടുത്ത് നോക്കാം. നിങ്ങളുടെ എനർജിയിൽ ക്ലാരിറ്റി, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ജസ്റ്റിസ്, ക്യൂൻ ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഗൈഡൻസ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ സിറ്റുവേഷൻ ആൻഡ് സിറ്റുവേഷൻ. ഇവിടെ നിങ്ങളുടെ എനർജിനകത്ത് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത്, ഇപ്പം നിങ്ങൾ കൂടുതലും നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളിപ്പം എന്തിലേക്കാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെ ഭയങ്കര മൗനമായിട്ട് നേരിടുന്നത് പോലെ. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ആദ്യത്തെ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ടും സങ്കടപ്പെടുവോ അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഒരു എനർജിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് മാറി ഇപ്പം അതിനെയെല്ലാം ഭയങ്കര ബോൾഡ് ആയിട്ട് ഉള്ളിൽ ഒതുക്കാൻ നിങ്ങൾ പഠിച്ചതുപോലെ ഒറ്റൊന്നിലേക്ക് ഫോക്കസ്ഡ് ആയി വളരെ സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത്തിൽ നിൽക്കുന്നത് പോലെയാണ് ഇവിടെ നിങ്ങളുടെ എനർജിനകത്ത് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എനർജിനകത്ത് സാക്രിഫൈസ് ആണ് കാണുന്നത്. ഇപ്പം അവർ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് റിലേഷൻഷിപ്പിൽ. അതിന് കാരണമുണ്ട്. ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എടുത്ത സമയത്ത് 4 ഓഫ് വാൻഡ്സ് എനർജിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പേഴ്സന്റെ ലൈഫിൽ എന്തോ ഒരു സെലിബ്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നു. മാരീഡ് പേഴ്സൺസ് ആണെങ്കിൽ അവരതിൽ വളരെ ഹാപ്പി ആയിട്ട് പോകേണ്ടി വരും. അങ്ങനത്തെ ഡിസിഷൻസ് അവർക്ക് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി മാരീഡ് പേഴ്സൺസ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എൻഗേജ്മെന്റ് പോലത്തെ എന്തോ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ആഘോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് 2 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി ഇവിടെ ഒന്നും കൂടി സിറ്റുവേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മൾട്ടിപ്പിൾ പ്രിയോറിറ്റീനെ കാണിച്ചു തരുന്നതാണ്. സോ ഈ മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഇവിടെ ഉള്ള സമയത്ത് ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ ആ ഡിസിഷൻ എടുക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സെലിബ്രേഷൻ ആണ് ഈ പേഴ്സന്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ സാക്രിഫൈസ് ചെയ്യണം ഈ പേഴ്സൺ. അതാണ് അവരുടെ കറന്റ് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനകത്ത് ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണം. ഇത്രയും നാളും ഇതിൽ എഫേർട്ട് ഇട്ടതിനായിരിക്കാം നിങ്ങൾ ഇതുകൊണ്ട് വേദനിച്ചിട്ടുണ്ടാകാം. അതായത് നമ്മൾ ഒരുപാട് വേദനിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ വേദനിച്ച് അവസാനം നമ്മൾ സൈലന്റ് ആയി പോവുക. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അവസാനം ഇപ്പം നിങ്ങൾ സൈലന്റ് ആയി. ഇപ്പം നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയി, സൈലന്റ് ആയി, ഭയങ്കരമായിട്ടും അങ്ങനെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നതാണ് നമുക്ക് ഇവിടെ കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം, ഇത് അവർ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ജസ്റ്റിസ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ട്രൂത്തുകൾ നിങ്ങൾ അറിയും എന്തായാലും. നിങ്ങൾ എന്ത് ജസ്റ്റിസ് ആണോ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണിൽ നിന്നും അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളുടെ വേദന മനസ്സിലാക്കണം എന്നായിരിക്കും നിങ്ങൾ മെയിൻലി ഇവിടെ ആഗ്രഹിക്കുന്നത്. 5 ഓഫ് സോർട്സിന് എനർജി വരുമ്പം എഗെയിൻ നിങ്ങളിലേക്ക് ചീറ്റ് ചെയ്യുന്ന ആളുകൾ വന്നേക്കാം. നിങ്ങളടുത്ത് കണ്ണു തുറന്ന് കാണാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അതായത് ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ ഇനിയും നിങ്ങളിലേക്ക് വ്യക്തികൾ വന്നെത്താം. സോ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ ഇനിയും കടന്നു വരും. സോ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് എന്താണ്? ഡെവിൾ കാർഡാണ്. ഈ കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല.
സോ ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സണ് ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ നല്ല രീതിക്കുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ ഇവര് നെഗറ്റീവായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ പരസ്പരം തർക്കമുണ്ടായ സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ സംസാരിച്ചിട്ടുള്ള കാര്യമോ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഷാഡോ പോലെ കിടക്കുകയാണ്. ഒരു ഷാഡോ എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഇപ്പോഴും അതൊരു വേദന പോലെ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഈ പേഴ്സണൽ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഫീലിങ്സിനകത്ത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെയധികം അട്രാക്ഷൻ ഈ പേഴ്സണൽ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ സാക്രിഫൈസ് ചെയ്യണം എന്നൊരു വിചാരം വരുന്നത് ചിലപ്പം ഇങ്ങനെയുള്ള അട്രാക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അത് ആ തീരുമാനം എടുക്കുന്നത് സാക്രിഫൈസിങ് ആണ്, ത്യാഗമാണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സണെ നല്ല രീതിക്ക് അറിയാം. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ആണ്. നിങ്ങളിപ്പം നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയി നടക്കുകയാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ചേസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. അത് ആ പേഴ്സണ് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. നിങ്ങളിപ്പോൾ നിങ്ങളിൽ തന്നെ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തേണ്ടത്, ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിക്കേണ്ടത്, അതുപോലെ നിങ്ങളിപ്പോൾ ജീവിക്കുന്നതായിട്ടാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ നടക്കുന്നത് എന്നും കാണുന്നുണ്ട്. 2 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഇവിടെ ഈ പേഴ്സണ് കൺഫ്യൂഷൻ ആണ്. ഈക്വാലിറ്റി ആണ് അവരുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വാലിറ്റി ആണ്. ആൻഡ് ഇപ്പോഴും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. 8 ഓഫ് പെൻഡക്കിൾസ് ഒരുപാട് എഫേർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണും എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിനൊന്നും ഒരു റിസൾട്ട് കിട്ടുന്നില്ല. കാരണം ഇവിടെ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ ഒരിക്കലുമല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനും വെച്ചുകൊണ്ട് ഇതിൽ ഒരുപാട് എഫേർട്ട് ഇട്ടതുപോലെ ഈ പേഴ്സണും എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം. അതായത് നിങ്ങളുടെ കൂടെ വരുന്നതിന്റെ മുൻപേ തേർഡ് പാർട്ടി ഉള്ളവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ കാര്യം റെസനേറ്റ് ആവുക. നിങ്ങൾ വന്നതിന്റെ ശേഷം വേറൊരു തേർഡ് പാർട്ടീനെ സൃഷ്ടിച്ച് അവരുടെ കൂടെ പോയ ആളുകളല്ല ഈ പറഞ്ഞ കാര്യം റെസനേറ്റ് ആവുക കേട്ടോ. അതായത് ഇപ്പം തേർഡ് പാർട്ടി ഓൾറെഡി ഉണ്ടായിട്ടും നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെങ്കിൽ അതിലൊരു റിസൾട്ട് കിട്ടാതെ പോയതുപോലെയാണ്. ബട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇട്ടതെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ആൻഡ് ഇവിടെ 5 ഓഫ് വാൻസിന് എനർജി വന്നിട്ടുണ്ട്. ഈഗോയിസ്റ്റിക് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തും ഈഗോ വരുന്നുണ്ട്, അവരുടെ ഭാഗത്തും ഈഗോ വരുന്നുണ്ട്. നിങ്ങളൊരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴായിരിക്കാം ഈഗോ എന്നൊരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഈ പേഴ്സണ് ജന്മനാ ഉള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ പോലെ അവർ ചെയ്യുമ്പോൾ അതുപോലെ ഞാനും ചെയ്യാം, നിങ്ങൾ ചെയ്യുന്നത് പോലെ ആ പേഴ്സൺ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ ഫൈറ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോഴും മനസ്സിലുള്ളത് പോലെ കാണുന്നുണ്ട്. ഫീലിങ്സ് കിങ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഫീലിങ്സ് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് കേട്ടോ. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് സോർട്സിന് എനർജി, സൺ കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഏസ് ഓഫ് സോർട്സ് ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഹാർട്ട് ബ്രോക്കണിലാണ്. അവർക്ക് അപ്സെറ്റ് ആവാറുണ്ട്, കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, അവർക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സെയിം എനർജി അവർക്ക് ഇപ്പം നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ചേസിങ് ഒക്കെ നിർത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ റെസനേറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആവും. കാരണം ഇപ്പം നിങ്ങളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങിയപ്പോൾ ആ പേഴ്സൺ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജസ് അനുഭവിക്കുകയാണ്. കിങ് ഓഫ് കപ്സ് വരുമ്പോൾ ഇവർക്ക് ഒരുപാട് ഫീലിങ്സ് നിങ്ങളുടെ അടുത്തുണ്ട്. ബട്ട് അത് ഹൈഡാണ്. ഓക്കെ, ഹൈഡ് ആവുന്നതിന്റെ റീസൺ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 ഓഫ് സോർട്സിന്റെ എനർജി കണ്ടോ, ഈക്വാലിറ്റി ആണ് ഇത്. രണ്ടിലും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. രണ്ടും ഈക്വാലിറ്റി ആണ്. ഹൈഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പം ഇതിലൊരു ഡിസിഷൻ എടുക്കുന്നത് അവർക്ക് വേദനാജനകമാണ്. ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫീലിങ്സ് ഉണ്ട് ഇവർക്ക്, നല്ല രീതിക്ക് തന്നെ ഫീലിങ്സ് ഉണ്ട്, നിങ്ങളിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ സാക്രിഫൈസ് ചെയ്യാൻ ഇവർ തയ്യാറാണ്. പക്ഷെ ഒരു ഈഗോ നിലനിൽക്കുന്നത് പോലെ ഉണ്ട്. പക്ഷെ സാക്രിഫൈസ് ചെയ്യും ഈ പേഴ്സൺ. ആദ്യത്തെ പോലെ തന്നെ എഫേർട്ട് ഇടും എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഈ പേഴ്സണുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കാം. പവറാണ്. നിങ്ങളിപ്പോൾ നടക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നടക്കുന്നത് അങ്ങനെ തന്നെ നടന്നോളൂ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. പിന്നെ ആദ്യം നമ്മളൊരു ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സൺസ് എത്തിയേക്കാം. അപ്പൊ പഴയതുപോലെ അങ്ങനെ ആക്കാതെ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ചെന്നിട്ട് പെടാൻ പാടത്തുള്ളൂ എന്നുള്ളൊരു ഗൈഡൻസ് നമുക്ക് നേരത്തെ കിട്ടി. ഇപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ
സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ ഫോക്കസ്ഡ് ആയി പോകുന്നത് അതുപോലെ ഫോക്കസ്ഡ് ആവുക. ചേസിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ റൈറ്റ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.